2026 നമ്മുടെ +2 ബോർഡ് എക്സാമിനേഷൻ അടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ അവസരത്തിൽ വളരെ ടെൻസ്ഡ് ആയിരിക്കും. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 2-3 മാസം കൊണ്ട് ഏറ്റവും നന്നായി പഠിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പക്ഷെ സയൻസ് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ബോർഡ് എക്സാമിനേഷനോട് കൂടി നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. കാരണം തുടങ്ങുക മാത്രമാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ടു അറ്റൻഡ് ദ കീം എക്സാമിനേഷൻ. നമുക്ക് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ബിഫാമിന് അഡ്മിഷൻ കേരളത്തിലെ മികച്ച കോളേജസിൽ കിട്ടണമെങ്കിൽ നമ്മൾ കീം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന്റെ ഏറ്റവും നല്ല സ്കോർ വാങ്ങേണ്ടതുണ്ട്. ഈ കീം പരീക്ഷ യൂഷ്വലി നമ്മൾ +2 പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം എന്നൊരു രീതി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് മെ നോട്ട് ബി ആപ്ലിക്കബിൾ ഹിയർ. കാരണം നമ്മളെ സംബന്ധിച്ച് +2 ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് കേവലം മാക്സിമം പോയ ഒരു 2 ആഴ്ച മാത്രമാണ് കീം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടുക. സോ ടൈം ആഫ്റ്റർ ദി ബോർഡ് എക്സാമിനേഷൻ ഫോർ ദ കീം പ്രിപ്പറേഷൻ വളരെ കുറവാണ്. സോ യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കീം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് അതർവൈസ് യു ആർ ഗോയിങ് ടു ലൂസ് ദി എക്സാമിനേഷൻ. എന്തുകൊണ്ടാണ് കീം? ഇപ്പൊ ഞാൻ ഒരു ബോർഡ് എക്സാമിനേഷൻ ഏറ്റവും നന്നായിട്ട് പഠിച്ചു, അങ്ങനെയാണെങ്കിൽ കീം ഓട്ടോമാറ്റിക്കലി എനിക്ക് നന്നായി കിട്ടില്ലേ എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും, അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. But the reality, board examination is different from an entrance examination. ബോർഡിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലിസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പക്ഷെ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടത് സ്പീഡ്, ആക്യുറസി, പ്രിസിഷൻ, കോൺസെപ്റ്റ് ക്ലാരിറ്റി, മാത്തമെറ്റിക്കൽ സ്കിൽ, യുവർ അനലിറ്റിക്കൽ സ്കിൽ, റീസണിങ് സ്കിൽ ഒക്കെയാണ്. അപ്പൊ ചുരുങ്ങിയ ഒരു 3 മണിക്കൂർ കൊണ്ട് മാക്സിമം ചോദ്യങ്ങളെ വായിച്ച് നിങ്ങൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് അതിന്റെ മാത്തമെറ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കീം എൻട്രൻസ് എക്സാമിനേഷന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് ദ PYQs അല്ലെങ്കിൽ കീം മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. ഈ വർഷം നമ്മൾ എഴുതാൻ പോകുന്ന കീം എക്സാമിനേഷൻ CBT ആണ്, വിച്ച് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. 3 മണിക്കൂറിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇരുന്നുകൊണ്ട് എക്സാമിനേഷൻ എഴുതണം. ഇതിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം ബോർഡ് എക്സാമിനേഷൻ പോലെ അല്ല. ബോർഡിൽ നമ്മൾ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ അതേ സമയം കൊണ്ട് എൻട്രൻസിന് 150 ചോദ്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 2:3:5 എന്ന റേഷ്യോയിലാണ് കെമിസ്ട്രിയും ഫിസിക്സും മാത്സിന്റെയും ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 30 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും, 45 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും, 75 ചോദ്യങ്ങൾ മാത്തമെറ്റിക്സ് എന്ന ഭാഗത്ത് നിന്നുമാണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പൊ മാത്സ് തന്നെ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, മാത്സ് ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ, ഒരുപാട് ചെയ്യാനുണ്ട്. സോ നല്ല സ്പീഡിൽ ചെയ്ത് ശീലിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇത് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് വളരെ ലളിതമാണ്. യു ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ എ കീം എക്സാമിനേഷൻ റൈറ്റ് നൗ. നിങ്ങളുടെ ബോർഡിന്റെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ. കാരണം എന്തായാലും നമ്മുടെ ബോർഡിന് ഏറ്റവും നന്നായിട്ട് പഠിക്കും. അതിൽ കുറച്ചുകൂടി ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, കീം മോഡൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട്, കീമിന്റെ PYQs ചെയ്തുകൊണ്ട്, ഒരുപാട് എക്സാമുകൾ, മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്, വീക്ക്ലി ടെസ്റ്റുകളിലൂടെ ഒക്കെ കടന്നുപോയി നമുക്ക് ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. സോ ബോർഡ് എക്സാമിനേഷന് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് കീമിനും നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്ക് സ്കോർ ചെയ്ത് കേരളത്തിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പൊ ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തവർക്ക് ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം 12th മാത്രമല്ല, കീം എക്സാമിനേഷൻ വരുമ്പോഴേക്ക് 11th കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ സൈലം XPL, സൈലം പ്രീമിയർ ലീഗ് കീമിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സസ് ആർ ഗോയിങ് ഓൺ. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷനെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത, എന്നാൽ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാനുകൾ ഉള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. യു ക്യാൻ ഓൾവേസ് ഗിവ് ഇറ്റ് എ ട്രൈ. ഏറ്റവും നല്ല രീതിയിൽ ബോർഡിന്റെ കൂടെ തന്നെ എൻട്രൻസ് കൂടി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കീം എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ഈ വർഷം മുന്നോട്ട് പോകാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.